നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വമ്പൻ പ്രഖ്യാപനവുമായി ചില എയർലൈനുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതെ, പ്രവാസികൾക്ക് ഇത് സന്തോഷ വാർത്ത. അടുത്ത വർഷത്തോടുകൂടി UAE ടൂറിസം മേഖലയിൽ വമ്പൻ മാറ്റങ്ങളാണ് വരുന്നത്. ഇത് വരുമാനം കുതിച്ചുയരുമെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ UAE എയർലൈനുകളും ട്രാവൽ ഏജൻസികളും ഈ വർഷം അവരുടെ റിക്രൂട്ട് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2023-ലുടനീളം അവർ അത് തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യോമയാന മേഖലയിലെ മിക്ക കമ്പനികളും അടുത്ത വർഷത്തോടെ മഹാമാരിക്ക് മുമ്പുള്ള തൊഴിലാളികളുടെ ശേഷിയിലേക്ക് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ കൂടുതൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. സുഗമമായ ബിസിനസ് പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ പുതിയ ആളുകളെ നിയമിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ദുബായിയുടെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സും ബഡ്ജറ്റ് എയർലൈനായ ഫ്ലൈ ദുബായും ആഭ്യന്തരമായും അന്തർദേശീയമായും നൂറുകണക്കിന് പ്രൊഫഷണലുകളെ നിയമിക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വർഷം തങ്ങൾ 20 പുതിയ വിമാനങ്ങൾ 114 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തി ഞങ്ങളുടെ ശേഷി വികസിപ്പിക്കുകയാണെന്ന് ഫ്ലൈ ദുബായ് CEO ഗൈത്ത് അൽ ഗൈത്ത് വ്യക്തമാക്കി. ഈ വളർച്ചയുടെ ഭാഗമാകുന്നതിന് 2022 തുടക്കം മുതൽ 1300-ലധികം പുതിയ ജീവനക്കാരെ നിയമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുതിയതായി നിയമിക്കുന്നവരിൽ 80% ക്യാബിൻ ക്രൂ, എഞ്ചിനീയർമാർ, പൈലറ്റുമാർ എന്നിവരാണ്. തങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡിനെ തുടർന്ന് ജീവനക്കാരെ പുറത്താക്കിയിട്ടില്ലെന്നും അവർക്ക് വോളണ്ടറി ലീവ് സംവിധാനം ഏർപ്പെടുത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇവരിൽ 97% പേരും വീണ്ടും ജോലിക്ക് എടുത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം എമിറേറ്റ്സും സമാനമായ റിക്രൂട്ട്മെന്റ് നടത്തിവരികയാണ്. ക്യാബിൻ ക്രൂ, പൈലറ്റുമാർ, എയർപോർട്ട് സർവീസ് ജീവനക്കാർ എന്നിവരുൾപ്പെടെ വിദഗ്ധരായ മെക്കാനിക്, ടെക്നീഷ്യന്മാർ, പ്ലാനർമാർ തുടങ്ങിയ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ തങ്ങൾ തിരയുകയാണെന്ന് വിമാന കമ്പനിയുടെ വക്താക്കൾ അറിയിച്ചിരിക്കുകയാണ്. എല്ലാ ജീവനക്കാർക്കും ആകർഷകമായ ശമ്പള വ്യവസ്ഥകളാണ് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. ഏവിയേഷൻ പ്രൊഫഷണലുകൾക്ക് ശരാശരി ശമ്പളം വ്യവസ്ഥകൾ ഇങ്ങനെയാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ദിർഹം 21,600, എയറോസ്പേസ് എഞ്ചിനീയർ 26,200 ദിർഹം, എയറോസ്പേസ് ടെക്നീഷ്യൻ 19,090 ദിർഹം, എയർ ക്രൂ ഓഫീസർ 13,300 ദിർഹം, എയർ ട്രാഫിക് അസിസ്റ്റന്റ് 10,900 ദിർഹം, എയർലൈൻ കോപ്പൈലറ്റ് 22,800 ദിർഹം, ഏവിയേഷൻ അനലിസ്റ്റ് 22,800 ദിർഹം, ക്യാബിൻ ക്രൂ 10,000 ദിർഹം എന്നിങ്ങനെയാണ് ശമ്പള വ്യവസ്ഥകൾ. ആശയവിനിമയവും സഹകരണവും വിവരങ്ങൾ ആക്സസ് ചെയ്യാനും വിശകലനം ചെയ്യാനുമുള്ള കഴിവ്, ഡിജിറ്റൽ സാക്ഷരത, ജിജ്ഞാസയും പഠനത്തോടുള്ള ഇഷ്ടവും, വൈകാരിക ബുദ്ധി, സ്വയം അവബോധം എന്നിങ്ങനെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട യോഗ്യതകൾ എന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.